മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ്റെ തരംഗം അലയടിച്ച് ഉയർന്നുയർന്നു വരികയാണ്. ഒരു സുനാമി പോലെ ഈ ഒരു സിനിമ ഈ ഒരു പെരുന്നാൾ ദിനത്തിലും അതിഗംഭീരമായ കളക്ഷൻ തൂക്കുമായി കുതിക്കുകയാണ്. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്ന പ്രീസെയിൽ റെക്കോർഡ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. കേരളത്തിൽ നിന്ന് ഇന്നുകൊണ്ട് സിനിമ 50 കോടിയിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആ ഒരു വിലയേറിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് 2537ഓളം ഷോകളിൽ നിന്ന് 4,63,000 ജനങ്ങൾ ടിക്കറ്റ് എടുത്തുവെന്നും 70% ഒക്യുപ്പൻസിയിൽ 7,84,00,000 രൂപ നേടിയെന്നുമാണ് ട്രാക്ക്ഡ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. അതായത് ഇതിനോടകം തന്നെ 25 ലക്ഷത്തോളം ജനങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ഈ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. അതും 80% ഒക്യുപ്പൻസിയിൽ. ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 42 കോടി സിനിമ നേടി. അതായത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ആദ്യ ദിനം 14.5 കോടിയും 2-ാം ദിവസം 9 കോടിയും 3-ാം ദിവസം 9 കോടിയുമായി സിനിമ നിൽക്കുമ്പോൾ 4-ാം ദിവസം 11 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. അതൊരു പക്ഷേ 12 വരെ എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷനിൽ നിന്ന് കാണാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. അതായത് ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് സിനിമ 50 കോടി ക്ലബിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമേ നേടും. ഇതിനോടകം തന്നെ വേൾഡ് വൈഡായിട്ട് വലിയ തരംഗമായി മാറിയ ചിത്രം 150 കോടിയും കടന്ന് 200 കോടിയിലേക്ക് എത്തുകയാണ്. വമ്പൻ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. മലയാള സിനിമയ്ക്കും ഇങ്ങനെ ഒരു റേഞ്ച് ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് മോഹൻലാൽ. അതെ, ഈ ഒരു സിനിമ ഇങ്ങനെ റേഞ്ചിൽ കയറണമെങ്കിൽ വേറെ ആര് വിചാരിച്ചാലും നടക്കില്ല. അതിനകത്തിൽ ഇനിയിപ്പോൾ എത്രത്തോളം കോസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും നടക്കില്ല എന്നുള്ളത് ഉറപ്പിക്കാം. അതിൽ മോഹൻലാൽ എന്ന ഒരൊറ്റ ആളെ കണ്ടിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ജനങ്ങൾ ഇത്രത്തോളം കയറുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അതുതന്നെയാണ് മോഹൻലാലിൻ്റെ പവർ. ഫാൻസുകാർ പറയുന്ന പോലെയോ ഫാൻസുകാർ വിചാരിക്കുന്നത് പോലെയോ അല്ല മോഹൻലാലിൻ്റെ പവർ. ഫാൻസ് അല്ല മോഹൻലാലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഈ ഒരു കാര്യം തെളിയിക്കുകയാണ്. മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പരാജയങ്ങളുണ്ടെങ്കിൽ എവിടെയായിരുന്നു ഈ ഫാൻസുകാരെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും മിണ്ടാനില്ല. ഇങ്ങനെ വിജയിക്കണമെങ്കിൽ ആ കേരളം മുഴുവൻ അയാളോട് അത്രത്തോളം ഇഷ്ടമുണ്ടായിരിക്കണം. അങ്ങനെ അയാളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പേര് മോഹൻലാൽ എന്നുമായിരിക്കണം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിലും എല്ലായിടത്തും മോഹൻലാലിനുള്ള ഏറ്റവും അഡ്വാൻറ്റേജും അത് തന്നെയാണ്. സാധാരണ നടന്മാരുടെ ഒരു സിനിമ ഹെവി പോസിറ്റീവ് അടിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു തരംഗം, എന്നാൽ പോലും ഈ തരംഗം കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു ആവറേജ് വന്നാൽ പോലും അതിന് മുകളിൽ നിൽക്കും. അപ്പോൾ ഏത് റേഞ്ചിലാണ് മലയാളികൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതെന്ന് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. എന്താണെങ്കിലും സിനിമ കേരളത്തിൽ നിന്ന് തന്നെ 100 കോടി നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നതൊക്കെ അത് അണിയറ പ്രവർത്തകർ പരിഹരിക്കട്ടെ എന്ന് പറയുന്നു. ഇന്ന് മുതൽ ഇനി സിനിമയുടെ കട്ട് ചെയ്ത ഭാഗം 3 മിനിറ്റോളം മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 17 സീനും 26 മിനിറ്റുകളൊന്നുമില്ല. അതൊക്കെ അതിശയോക്തി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പടച്ചുവിട്ട കാര്യങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും ഒരു കാര്യം പറയാം, ഈ ഒരു സിനിമ മലയാള സിനിമ എന്ന നിലയിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം ഇങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു മുഖമുണ്ടെന്ന് മലയാളികൾ മനസ്സിലാക്കുന്ന ഇതാണ്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഒറ്റ ഫാൻ കുഞ്ഞു പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രത്തോളം ഗംഭീരമാകുമെന്ന്. എന്തായാലും ലാലേട്ടൻ്റെ ഈ ഒരു സിനിമ അതിഗംഭീരം, അതികൊടൂരം.